Good morning all of you. How are you? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഇത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്. എല്ലാവരും നല്ല കുട്ടികളായി ഓൺലൈൻ ക്ലാസ്സൊക്കെ കണ്ട് നല്ല മിടുക്കരായി ഇരിക്കുകയാണെന്ന് ടീച്ചർക്ക് അറിയാം. ടീച്ചർക്കും വല്ലാത്ത സങ്കടമുണ്ട് നിങ്ങളെ കാണാത്തതിൽ. നിങ്ങൾക്കും സങ്കടം ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. ഈ മഹാമാരി വേഗം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. ഇന്ന് ടീച്ചർ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മീനുക്കുട്ടിയുടെയും അപ്പക്കുട്ടൻ്റെയും വിശേഷങ്ങളായിട്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. അവരാരാന്നോ? അവര് നിങ്ങളെപ്പോലെ നല്ല മിടുക്കരായ കുട്ടികളാണ്. നല്ല പോലെ പഠിക്കും. അച്ഛനും അമ്മയൊക്കെ പറയുന്നത് നന്നായി അനുസരിക്കും. നല്ല കുട്ടികളാണ് അവർ. എല്ലാവരെയും സഹായിക്കും ചെയ്യുന്ന നല്ല കുട്ടികളാണ് അവർ. നിങ്ങളും അവരെ പോലെ തന്നെയല്ലേ? ടീച്ചർക്കറിയാം നിങ്ങളും അവരെ പോലെ തന്നെയാണ്. ഓക്കെ. അവര് നമ്മുടെ മീനുക്കുട്ടിയും അപ്പക്കുട്ടനും ഒരു മോഹം. അവരുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് കാണാൻ പോകണം. അച്ഛനോട് വന്നിട്ട് പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മക്കള് ടീച്ചർ കുട്ടികളെ ഉത്സവം കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടു പോയവരൊന്ന് കൈ വന്ദിച്ചേ. ഒന്ന് കൈ ഉയർത്തോ. കുറച്ച് പേരൊക്കെ ഉള്ളല്ലോ. എന്തൊക്കെയാ കണ്ടത്? നെറ്റിപ്പട്ടം കെട്ടിയ ഓനയെ കണ്ടു. പിന്നെയോ നിറയെ ആളുകളെ കണ്ടില്ലേ? പിന്നെയോ ബലൂണുകളും ഒക്കെ ഉണ്ട് അല്ലേ? നല്ല രസമായിരുന്നു ഉത്സവം. എന്നാലേ അപ്പക്കുട്ടനും മീനുക്കുട്ടിയും ഉത്സവത്തിനൊക്കെ പോയി. അങ്ങനെ അവര് തിരിച്ചു വരുമ്പോ നമ്മുടെ അമ്പലത്തിൻ്റെ ഈ അമ്പലത്തിനോട് ചേർന്ന് ഇരുവശത്തും നിറയെ കച്ചവടക്കാരുണ്ട്. വളകളും മാലകളും പീപ്പിയും ബലൂണും അങ്ങനെ അങ്ങനെ നിറയെ കാര്യങ്ങൾ. നമ്മുടെ മീനുക്കുട്ടിക്ക് ആഗ്രഹം തോന്നി. എന്താണെന്നറിയോ? ഇതൊക്കെ വാങ്ങണ്ടേ? ഉത്സവത്തിന് വന്നാൽ നമ്മൾ ഇതൊക്കെ വാങ്ങണ്ടേ? വാങ്ങണം അല്ലേ? എന്തൊക്കെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? നമുക്കൊന്ന് നോക്കാം. എന്നാ നോക്കൂ. കണ്ടില്ലേ? ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിയത്. എന്താ മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? ഇതെന്താണ്? പറയൂ. ആദ്യത്തേത് ബലൂണുകളാണ് വാങ്ങിയത്. കുറേ ബലൂൺ കണ്ടു നമ്മുടെ മീനുക്കുട്ടി. കണ്ടോ? വ്യത്യസ്ത നിറത്തിലുള്ള ബലൂൺസ് ആണിത്. കണ്ടോ? ഇത് കണ്ടില്ലേ? ഇനി ഇതെന്താ? കുറേ മാലകളാണല്ലേ? ഇതോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഐസ്ക്രീം. ഓക്കെ. ഇതോ? മിഠായി. കോലൊക്കെയുള്ള കോല് മിഠായി അല്ലേ? ഇതോ? ബോൾസ്. ഇത്ര പന്തുകളാണ്. നോക്കിയേ. നമുക്കിതൊക്കെ ഒന്ന് എണ്ണി നോക്കിയാലോ? നിങ്ങൾ റെഡി അല്ലേ? ടീച്ചറെ കൂടില്ലേ? എല്ലാവരും കൂടില്ലേ? മിടുക്കരാണ് നിങ്ങൾ. എന്നാ ബലൂൺസ് എത്ര എണ്ണി നോക്കാം. എണ്ണണേ ടീച്ചറെ കൂടെ. 1 2 3 4 5 6. How many balloons? Yes, 6 balloons. 6 ബലൂണുകളാണ് നമ്മുടെ മീനുക്കുട്ടി വാങ്ങിയത്. എത്ര ബലൂണുകളാണ്? 6 ബലൂൺസ് വാങ്ങി.
അച്ഛനോട് പറഞ്ഞ് 6 ബലൂൺസ് വാങ്ങി. ആ ഇതില് 6 ബലൂൺസ് വാങ്ങി. പിന്നെ മാല എത്രണ്ണം വാങ്ങി നോക്കൂ. 1 2 3 4 5. 1 2 3 4 5 മാലകളാണ് വാങ്ങിയത്. പല നിറത്തിലുള്ള മാലകളാണ്. ആ അടുത്തത് നോക്കൂ. ഐസ്ക്രീംസ് എത്രണ്ണം വാങ്ങി? 1 2 3 4. 1 2 3 4 ഐസ്ക്രീംസാണ് വാങ്ങിയത്. ഇനി മിഠായിയോ? എണ്ണാം. 1 2 3 4 5 6 7 8. എത്ര മിഠായിയാ വാങ്ങിയത്? 8 മിഠായി വാങ്ങി അല്ലേ? ബോൾസോ എത്ര പന്തുകൾ വാങ്ങി? ഒന്ന് എണ്ണാം. എണ്ണു. 1 2 3 4 5 6 7 ബോൾസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മീനുക്കുട്ടി വാങ്ങിയത്. എന്നാലേ മീനുക്കുട്ടി വീട്ടിലെത്തി. അങ്ങനെ അവര് ഉത്സവമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ടാണ് അത് അപ്പക്കുട്ടനും പോലും കൊടുത്തത്. എത്ര ബലൂൺസ് അപ്പക്കുട്ടന് കൊടുത്തത് നമുക്കറിയണ്ടേ? 3 ബലൂൺസ് ആണ് അപ്പക്കുട്ടന് കൊടുത്തത്. എത്ര ബലൂൺസാ കൊടുത്തത്? 3 ബലൂൺസ്. ഒരു നീലയും ഒരു പച്ചയും അല്ലേ? 2 പച്ച നിറത്തിലുള്ള ബലൂണും ഒരു നീലയും കൊടുത്തു. 3 ബലൂൺസാ കൊടുത്തത്. ആകെ എത്ര ബലൂൺ ഉണ്ടായിരുന്നു? മറന്നോ? ഒന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 ബലൂൺസ്. 6 ബലൂൺ ഉണ്ടായിരുന്നു. നമ്മുടെ അപ്പക്കുട്ടന് 3 ബലൂൺ കൊടുത്തു. ടീച്ചർ ഇവിടെ ഒന്ന് ടിക്കിടാം. 3 ബലൂൺ ആണ് കൊടുത്തത്. എത്ര ബലൂണാ കൊടുത്തത്? 3 ബലൂൺ. അപ്പൊ ബാക്കി നമ്മുടെ മീനുക്കുട്ടിയുടെ കയ്യിൽ എത്ര ബലൂൺസാ ഉണ്ടാവുക? എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? നോക്കിയേ. ആകെ എത്ര ബലൂൺസ് ആണ്? 6 ബലൂൺ. അതിൽ നിന്ന് 3 എണ്ണം അപ്പക്കുട്ടന് കൊടുത്തു. ബാക്കി എത്ര ബലൂണാവും മീനുക്കുട്ടിയുടെ കയ്യിലുണ്ടാവുക? എത്രയായിരിക്കും? നിങ്ങൾ ഉത്തരം ഒന്ന് വേഗം പറഞ്ഞേ. എത്രയാ? 5ഓ? അല്ലല്ല, ശരിയല്ല. പിന്നെ 4? അല്ല, ശരിയല്ല. നമുക്ക് നോക്കിയാലോ? എങ്ങനെയാ കണ്ടുപിടിക്കുക? ടീച്ചർ ഇവിടെ എഴുതട്ടെ. ആകെ എത്ര ബലൂണാണ് നിങ്ങൾ പറയൂ? 6 ബലൂൺസ്. 6 ബലൂൺ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്? നോക്കിയേ. 6 ബലൂൺ ടീച്ചർ ഇവിടെ എഴുതിയേ. 3 ബലൂണാണ് അപ്പക്കുട്ടന് കൊടുത്തത്. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? 6 6ൽ നിന്ന് 3 കുറയ്ക്കണം. 6 മൈനസ് 3 അല്ലേ കൊടുത്തത്? 6 മൈനസ് 3 ഈക്വൽ എത്ര ആയിരിക്കും? ബാക്കി എത്ര ആയിരിക്കും? പറഞ്ഞേ. 3. എണ്ണിയോ? എല്ലാവരും എണ്ണിയോ? 1 2 3. 3 ബലൂൺസ് ആയിരിക്കും ഉണ്ടാവുക. ആരുടെ കയ്യിലുണ്ടാവും? മീനുകുട്ടിയുടെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് എഴുതുക? ഇത് നോക്കൂ. 6 ടോട്ടൽ 6. അതിൽ നിന്ന് 3 കുറയ്ക്കണം. 6 മൈനസ് 3 ഈക്വൽ എത്രയായിരിക്കും? 3.
എഴുതിയോ? എല്ലാവരും എഴുതി. മിടുക്കരാണേ. ഇനി നോക്കിയേ, അടുത്തത് മാലകളാണ്. എത്ര മാലകളായിരുന്നു വാങ്ങിയത്? 5 മാലകളാണല്ലേ? എത്ര മാലകളാണ്? 5 മാലകളാണ് വാങ്ങിയത്. അതിലേ വീട്ടിലെത്തിയപ്പോ മീനുകുട്ടിയുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. കൂട്ടുകാരിയുടെ പേരെന്താണെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? ചിന്നു. ചിന്നുകുട്ടിക്ക് എത്ര മാലകളാ കൊടുത്തത് നിങ്ങൾക്കറിയോ? 2 മാലകൾ. എത്ര മാലകളാ? ടീച്ചർ ഇവിടെ ഒന്ന് ശരിയിടാം. 2 മാലകൾ കൊടുത്തേ. 2 മാലകളാ കൊടുത്തത് നമ്മുടെ മീനുകുട്ടി. നല്ല കുട്ടിയാ, മിടുക്കിയാണ്. കണ്ടോ? 2 മാലകൾ കൊടുത്തു. അപ്പൊ നമ്മുടെ മീനുകുട്ടിയുടെ കയ്യിൽ ഇപ്പൊ എത്ര മാലകൾ ഉണ്ടാവും ബാക്കി? എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? നമുക്കൊന്ന് എണ്ണി നോക്കാം. എണ്ണു. 1 2 3. ശരിയാണോ? 3 മാലകളായിരിക്കും. നമുക്കൊന്ന് എഴുതാം. ആകെ എത്ര മാലകളായിരുന്നു ഉണ്ടായിരുന്നത്? പറയൂ. യെസ്, 5 മാലകളായിരുന്നല്ലേ? എത്ര മാലകളായിരുന്നു? 5 മാലകളായിരുന്നു അല്ലേ? അതിൽ എത്ര മാലകളാ നമ്മുടെ ചിന്നുകുട്ടിക്ക് കൊടുത്തത്? 2 അല്ലേ? അപ്പോ അതിൽ നിന്നും 2 മാലകൾ നമ്മുടെ ചിന്നുകുട്ടിക്ക് കൊടുത്തു. ബാക്കി എത്ര മാലകളാണ് നിങ്ങളിവിടെ എണ്ണി കണ്ടെത്തിയിട്ടുണ്ട്? എത്ര മാലകളാ? 3. 3 മാലകളാണല്ലേ? 5 - 2 = 3. 5 - 2 = 3. എല്ലാവർക്കും കിട്ടിയോ? ഉത്തരം എല്ലാവർക്കും കിട്ടിയോ? ആൻസർ? നല്ല കുട്ടികളാണ്, എല്ലാവരും മിടുക്കരാണ്. കിട്ടാത്തവരൊന്ന് വേഗം എഴുതിയെടുക്കണേ. കഴിഞ്ഞു? വെരി ഗുഡ്. ഇനി നമുക്ക് നോക്കാം ഐസ്ക്രീം. നോക്കിയേ, എത്ര ഐസ്ക്രീമാണുള്ളത്? 4 ഐസ്ക്രീമാണല്ലേ ഉള്ളത്? 4 ഐസ്ക്രീമില് നമ്മുടെ അപ്പുക്കുട്ടൻ എത്ര എണ്ണം കൊടുത്തു എന്നറിയോ? 2 എണ്ണം കൊടുത്തു. എത്ര ഐസ്ക്രീമാ കൊടുത്തത്? 2 ഐസ്ക്രീം. ടീച്ചർ സ്റ്റിക്കിടാണേ. 2 ഐസ്ക്രീമാണ് കൊടുത്തത്. ബാക്കി എത്ര ഐസ്ക്രീം ആവും മീനുകുട്ടിയുടെ കയ്യിലുണ്ടാവുക? ഒന്ന് എണ്ണി നോക്കൂ. 1 2. 2 ഐസ്ക്രീം ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാം, എങ്ങനെ എഴുതാൻ നോക്കാം. ആകെ എത്ര ഐസ്ക്രീമാണ് കുട്ടികളെ ഉള്ളത്? 4. അതിൽ അപ്പുക്കുട്ടന് കൊടുത്തത് എത്ര എണ്ണമാണ്? 2 എണ്ണം. 4 - 2 = എത്രയാണ്? 2. റൈറ്റ് ആൻസർ. വെരി ഗുഡ് ചിൽഡ്രൻ. 4 - 2 = 2. 4 - 2 = 2. എല്ലാവരും നല്ല കുട്ടികളാണല്ലോ. എത്ര പെട്ടെന്നാ നിങ്ങൾ ആൻസർ കണ്ടെത്തിയത്? മിടുക്കരാണ് ടീച്ചറെ കുട്ടികൾ. എന്നാലേ നമുക്ക് മിഠായി, കോലുമിഠായി എത്ര എണ്ണം വാങ്ങി നോക്കാം. എത്ര എണ്ണം ഉണ്ടായിരുന്നു? നിങ്ങൾ എണ്ണിയോ? 8 കോലുമിഠായി ഉണ്ടായിരുന്നു അല്ലേ? ഒന്ന് എണ്ണാം. 1 2 3 4 5 6 7 8. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. 8 കോലുമിഠായി ആയിരുന്നു ഉണ്ടായിരുന്നത്. എത്ര എണ്ണാണ്? 8 കോലുമിഠായിയാണ് ഉണ്ടായിരുന്നത്. അതിലേ നമ്മുടെ അപ്പുക്കുട്ടൻ എത്ര എണ്ണം കൊടുത്തു എന്നറിയോ? 5 കോലുമിഠായി കൊടുത്തു. കോലുമിഠായി നമ്മുടെ മീനുകുട്ടിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചധികം ആർക്ക് കൊടുത്തു എന്നറിയോ? നമ്മുടെ അപ്പുക്കുട്ടന് കൊടുത്തു. 8 മിഠായി. 8 മിഠായിയിൽ ഉണ്ടായിരുന്നു. അതിൽ 5 മിഠായി ആർക്ക് കൊടുത്തു? അപ്പുക്കുട്ടന് കൊടുത്തു. നോക്കിയേ, 1 2 3 4 5.
5 മിഠായി കൊടുത്തു. ഇനി ബാക്കി എത്ര മിഠായി ഉണ്ടാവുക നമ്മുടെ മീനുക്കുട്ടിയുടെ കയ്യില്? 8 മൈനസ് എത്ര കൊലമിഠായിയാ കൊടുത്തത്? പറഞ്ഞേ. 5. 5. ഓക്കെ. 8 മൈനസ് 5 സമം എത്രയായിരിക്കും ആൻസർ? കൂടെ എണ്ണി നോക്കാം. 1 2 3. ശരിയല്ലേ ഉത്തരം? ഓക്കെ. 8 മൈനസ് 5 ഈക്വൽ 3. എല്ലാവരും ചെയ്തു അല്ലേ? മിടുക്കരാണേ. ഇനി ബോൾസ് ആണ് വാങ്ങിയത്. കുറേ കുഞ്ഞു കുഞ്ഞു ബോൾസ് വാങ്ങി. എത്ര ബോൾസ് ആണ് ഉണ്ടായിരുന്നത്? നിങ്ങൾ എണ്ണിയോ? 1 2 3 4 5 6 7 ബോൾസ്. ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് നല്ല ഇഷ്ടമാണ് മീനുക്കുട്ടിക്ക്. 7 ബോൾസ് വാങ്ങി. എത്ര ബോൾസ് ആണ് വാങ്ങിയത്? 7 ബോൾസ്. അതിൽ 7 ബോൾസിൽ 2 എണ്ണമാണ് നമ്മുടെ അപ്പുക്കുട്ടന് കൊടുത്തത്. എത്ര എണ്ണ കൊടുത്തത്? 2 എണ്ണം അപ്പുക്കുട്ടന് കൊടുത്തു. നമുക്കൂടെ ഒന്ന് അടയാളപ്പെടുത്താം, ഒന്ന് ടിക്കിടാം. ഓക്കെ. 2 ബോൾസ് ആണ് കൊടുത്തത്. അപ്പൊ ബാക്കി എത്ര ബോൾസ് ഉണ്ടാവും നമ്മുടെ മീനുക്കുട്ടിയുടെ കയ്യില്? എണ്ണ നോക്കൂ. 1 2 3 4 5 അല്ലേ? ഓക്കെ. ആകെ എത്ര ബോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? യെസ്, 7 ബോൾസ്. എത്ര എണ്ണമാണ് അപ്പുക്കുട്ടന് കൊടുത്തത്? 2 എണ്ണം കൊടുത്തു. ബാക്കി എത്ര ആയിരിക്കും മീനുക്കുട്ടിയുടെ കയ്യിലുണ്ടായിരിക്കുക? പറഞ്ഞേ. 7 മൈനസ് 2 ഈക്വൽ. ഇത്ര വേഗം ഒന്ന് കണ്ടെത്തിയേ. അവിടെ പറഞ്ഞല്ലോ. വെരി ഗുഡ്. 5. റൈറ്റ് ആൻസർ 5. വെരി ഗുഡ്. 7 മൈനസ് 2 സമം 5. എല്ലാവരും കണ്ടെത്തി ഉത്തരം. ഓക്കെ. നല്ല കുട്ടികളാണ്. ഇനി എഴുതാത്തവര് ഒന്ന് കണ്ടെത്താത്തവരൊന്ന് വേഗം ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടെത്തി വേഗം ഒന്ന് നോട്ട് ബുക്കിലേക്കൊന്ന് എഴുതണം. എഴുതില്ലേ? എന്നാ വേഗം എഴുതിക്കോളൂ. ചിത്രം കൂടി വരച്ചാൽ വളരെ നന്നായിരുന്നു. ഒന്ന് വേഗം എഴുതൂ. ചിത്രം വരച്ച് എഴുതണം. ഓക്കെ. കഴിഞ്ഞ ടീച്ചറോട് പറയണം. കഴിയാറായോ? കഴിഞ്ഞോ? ഓക്കെ. വെരി ഗുഡ്. നല്ല കുട്ടികളാണ് എല്ലാവരും. ഓക്കെ. എല്ലാവരും നല്ല കുട്ടികളായി എഴുതിയെടുത്തു ആൻസറൊക്കെ. ഇനി നമുക്കൊരു ഗെയിം ആയാലോ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ടീച്ചർ ഇവിടെ ഒരു സംഖ്യാചക്രം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? കണ്ടോ നിങ്ങള്? ടീച്ചർ ഇതിങ്ങനെ കറക്കും. കറക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? നിർത്തും. നിർത്തിക്കഴിഞ്ഞ് ടീച്ചർ ഒരു സംഖ്യയിൽ തൊട്ട് കഴിഞ്ഞാൽ ആ സംഖ്യയുടെ ഉത്തരം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ. റെഡിയല്ലേ? എന്ത് വേണം അതിന്? നോട്ട് ബുക്കും പെൻസിലും ഒക്കെ എടുത്തു വയ്ക്കുക. കൂടെ മഞ്ചാടി സഞ്ചിയിലെ വസ്തുക്കളും കൂടി ഉണ്ടായാൽ വളരെ നന്നായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. സ്റ്റോപ്പ് നിങ്ങൾ പറയണം. പറയല്ലോ? ഓക്കെ. ലെറ്റ്സ് സ്റ്റാർട്ട്. സ്റ്റോപ്പ് നിങ്ങൾ പറയണേ. ഓക്കെ. സ്റ്റോപ്പ്. ഏതാണ് സംഖ്യ? 9 മൈനസ് 5. 9 മൈനസ് 5 കണ്ടുപിടിക്കൂ. വേഗം ആൻസർ അതിൻ്റെ കണ്ടുപിടിക്കൂ. 9 മൈനസ് 5. കണ്ടെത്തിയവരെ ഉത്തരം ടീച്ചർ ചോദിക്കാം. കണ്ടെത്തിയോ? 9 മൈനസ് 5. വേഗം കണ്ടെത്തിക്കോളൂ. 9 മൈനസ് 5. ഓക്കെ. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഒരുപാട് കൂട്ടുകാർക്ക് കിട്ടിയില്ല അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. ടീച്ചർ കുത്തുകൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. 9. നമുക്ക് എണ്ണി നോക്കാം.
1 2 3 4 5 6 7 8 9. എത്ര മുത്തുകളാണുള്ളത്? 9. 9 മൈനസ് 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എങ്ങനെ കണ്ടെത്താം? 9 9 മുത്തുകൾ ടീച്ചർ എടുത്തു അല്ലേ? അതിൽ നിന്നും എത്ര മുത്തുകൾ ടീച്ചർ മാറ്റി വെക്കണം? 5 മുത്തുകൾ എണ്ണാം. 1 2 3 4 5 മാറ്റി വെക്കട്ടെ. ഓക്കെ, ഇനി എത്ര മുത്തുകളായിരിക്കും ഉണ്ടാവുക ബാക്കി? എണ്ണാം. 1 2 3 4. ആൻസർ കിട്ടിയോ? അവിടെ കിട്ടിയോ? യെസ്, വെരി ഗുഡ്. ഇനി നോക്കൂ, നമുക്ക് ബോർഡിലൊന്ന് എഴുതാം. എങ്ങനെയാ നമുക്ക് ഉത്തരം കിട്ടിയത് നോക്കണ്ടേ? 9 മൈനസ് 5 എന്നല്ലേ? ഓക്കെ, വെരി ഗുഡ്. എത്ര ആൻസർ കിട്ടിയത്? 9 മൈനസ് 5 ഈക്വൽ യെസ് 4. വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി അടുത്ത ഗെയിം ഒന്നുകൂടി കറക്കട്ടെ ടീച്ചർ. സ്റ്റോപ്പ് എന്ന് പറയണേ. സ്റ്റോപ്പ് എന്ന് നിങ്ങൾ പറയണം, എന്നാലേ സ്റ്റോപ്പ് ആവൂ. ഏതാണ്? 7 മൈനസ് 1. ഉത്തരം വേഗം ഒന്ന് കണ്ടുപിടിക്കൂ. 7 മൈനസ് 1. 7 മൈനസ് 1. വേഗം കണ്ടുപിടിച്ചോളൂ. എന്നിട്ട് അവിടെ ഉത്തരം റെഡിയാക്കി വെക്കണം. കണ്ടുപിടിച്ചു? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്കൊന്ന് നോക്കാം. ടീച്ചർ എത്ര മുത്തുകളാണ് എടുക്കേണ്ടത് പറയൂ നിങ്ങൾ. എത്ര മുത്തുകളാണ്? യെസ്, 7 മുത്തുകൾ. എണ്ണാം. 1 2 3 4 5 6 7. വെരി ഗുഡ്. 7 മുത്തുകൾ എടുത്തിട്ടുണ്ട്. അതിൽ എത്ര മുത്തുകളാണ് ടീച്ചർ എടുത്തു മാറ്റേണ്ടത്? അറിയൂ. 1 അല്ലേ? ഒരു പച്ച എടുത്ത് മാറ്റാം. ഓക്കെ, മാറ്റി വെക്കട്ടെ. ഇനി എത്ര മുത്തുകളാവും ഉണ്ടാവുക? ബാക്കി എത്രയാവും ഉണ്ടാവുക? നിങ്ങളൊന്ന് പറഞ്ഞേ. എണ്ണണോ? 1 2 3 4 5 6. അവിടെ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ? ശരിയാണല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഉത്തരം കണ്ടെത്തി എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുത്തേ. നല്ല കുട്ടികളാണേ നിങ്ങൾ. അങ്ങനെ നന്നായിട്ട് മത്സരിച്ച് ചെയ്യണം. ഓക്കെ, ആരാ ഫസ്റ്റ് നോക്കട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം ഇവിടെ എഴുതാം. 7 മൈനസ് 1 എത്രയാണ്? 7 മൈനസ് 1 ഈക്വൽ യെസ്, റൈറ്റ് ആൻസർ 6. വെരി ഗുഡ്. ദെൻ അടുത്തത് നോക്കാം നമുക്ക്. സ്റ്റാർട്ടാണേ. സ്റ്റോപ്പ് എന്ന് പറയണം. സ്റ്റോപ്പ്. എത്രയാണ് നോക്കാം. 6 മൈനസ് 4. വെരി ഗുഡ്. ഉത്തരം ഒന്ന് വേഗം കണ്ടുപിടിക്കും. 6 6 മൈനസ് 4. 6 മൈനസ് 4. വേഗം കണ്ടെത്തണേ. ആരാ ഫസ്റ്റ് ഒന്ന് നോക്കട്ടെ. 6 മൈനസ് 4. ഓക്കെ, കണ്ടെത്തി. വെരി ഗുഡ്. നമുക്ക് എടുത്തു വയ്ക്കാം മുത്തുകൾ. 6. ഓക്കെ, 1 2 3 4 5 6. എത്ര മുത്തുകളാണ് എടുത്തു വെച്ചത്? 6. എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 6 6 മൈനസ് 4. ഓക്കെ, ഇനി എത്ര മുത്തുകളാണ് ടീച്ചർ എടുത്ത് മാറ്റേണ്ടത്? 4. മാറ്റാൻ പോവാണേ.
1 2 3 4. എത്ര മുത്തുകളാണെന്ന് നിങ്ങൾ തന്നെ പറയൂ. ആൻസർ കറക്റ്റ് ആണോ? നിങ്ങൾ കണ്ടെത്തിയ ആൻസർ കറക്റ്റ് ആണോ? അതെ അല്ലേ? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഓ, 2 മുത്തുകളാണല്ലേ. നമുക്കൊന്ന് ബോർഡിൽ എഴുതാം. 6 minus 4 equal, what is the answer? Yes, 2. Very good. ഓക്കെ, നമുക്ക് ഒന്നുകൂടി കളിച്ചാലോ ഗെയിം? റെഡി അല്ലേ നിങ്ങൾ? ഓക്കെ, ഇച്ചിരി കറക്കാൻ പോവാണ്. ആ ഓക്കെ, എത്രയാണ്? 5 minus 3. 5 minus 3. ഉത്തരം വേഗം കണ്ടെത്തിക്കോളൂ. ഉത്തരം റെഡിയാക്കി വയ്ക്കുക. 5 minus 3. നമുക്ക് നോക്കാം. ഉത്തരം കണ്ടെത്തിയല്ലോ. 5 minus 5 മുത്തുകൾ ടീച്ചർ എടുത്തിട്ടുണ്ട്. ഒന്ന് എണ്ണി നോക്കിക്കോളൂ നിങ്ങൾ കേട്ടോ. 5 മുത്തുകൾ. അതിൽ നിന്ന് എത്ര മുത്താണ് ടീച്ചർ എടുത്ത് മാറ്റേണ്ടത്? 3 മുത്താണല്ലേ. 1 2 3. What is the answer? Yes, 2. Answer is 2. Okay, നമുക്കൊന്ന് എഴുതാം. 5 minus 3 equal, say the right answer. Yes, 2. Very good. Then ഇനി ഒന്നും കൂടി കളിച്ചാലോ? ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ടോ നിങ്ങള്? സ്റ്റോപ്പ് എന്ന് പറയൂ. സ്റ്റോപ്പ്. 7 minus 6. 7 minus 6 അല്ലേ? നോക്കാം. ഉത്തരം വേഗം കണ്ടെത്തിക്കോളൂ കേട്ടോ നിങ്ങള്. 7 minus 6. നോക്കൂ, എത്ര മുത്തുകളാണ് ടീച്ചർ എടുത്തു വച്ചിട്ടുള്ളത്? 1 2 3 4 5 6 7 അല്ലേ? 7ൽ നിന്ന് എത്ര മുത്തുകളാണ് ടീച്ചർ മാറ്റേണ്ടത്? 6 മുത്തുകളാണല്ലേ. നമുക്ക് ഉത്തരം നോക്കാം. 1 2 3 4 5 6. What is the answer? Yes, 1. Right answer. 7 minus 6 equal, എത്രയാണ്? 1. Right answer. എഴുതാത്ത കണ്ടുപിടിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഒന്ന് നോട്ട് ബുക്കിലേക്ക് വേഗം ഒന്ന് എഴുതിയെടുക്കണം. ഓക്കെ, വേഗം എഴുതിയെടുക്കൂ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവും ഈ ഗെയിം ഇല്ലേ? ഇഷ്ടമായിട്ടില്ലേ? ഇതുപോലെ നിങ്ങളും കളിക്കോ ഈ ഗെയിം? കളിക്കണേ. കഴിയാറായോ? കഴിഞ്ഞു. വെരി ഗുഡ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ് അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ ഇവിടെ ഒരു സംഖ്യാപുഷ്പം വരച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഇതിലെ ആൻസർ നിങ്ങളൊന്ന് കണ്ടെത്തണം. ടീച്ചർ ഒന്ന് വായിക്കാം. 8 minus 3 equal. അതിൻ്റെ ആൻസർ ഇവിടെ നിങ്ങൾ കണ്ടെത്തണം.
5 മൈനസ് 1 ഈക്വൽ, അതിൻ്റെ ഉത്തരം ഇവിടെ കണ്ടെത്തൂ. 8 മൈനസ് 6 ഈക്വൽ എത്രയാണെന്ന് കണ്ടെത്തൂ. 3 മൈനസ് 2 ഈക്വൽ എത്രയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറേ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ, ഹാവ് എ നൈസ് ഡേ.